മഞ്ഞുമ്മൽ ബോയ്സ് തരംഗത്തിലാണ് കേരളവും തമിഴ്നാടും. ലക്ഷണമൊത്ത സർവൈവൽ ത്രില്ലർ എന്ന് കണ്ടവരെല്ലാം സർട്ടിഫിക്കറ്റ് നൽകിയ സിനിമ. സുഭാഷിന് കിട്ടിയതുപോലെ ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുന്ന സുഹൃത്തുക്കളുണ്ടായെങ്കിലെന്ന് കൊതിപ്പിച്ച ചിത്രം. മഞ്ഞുമ്മൽ ബോയ്സിന് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഇതിനോടകം ലഭിച്ചത് 28.5 കോടി രൂപയാണ്. തമിഴ്നാട്ടിൽ വൻ സ്വീകാര്യതയോടെ മുന്നേറുന്ന മഞ്ഞുമ്മൽ ബോയ്സിനെതിരെ എന്നാൽ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് എഴുത്തുകാരൻ ജയമോഹൻ. മഞ്ഞുമ്മൽ ബോയ്സ് കുടിച്ചു കൂത്താടുന്നവരാണെന്നും ഇവർ കുടുങ്ങി മരിക്കുന്നതാണ് നല്ലതെന്നുമുള്ള രൂക്ഷ വിമർശനമാണ് ജയമോഹൻ നടത്തിയത്. വിനോദയാത്രക്കാരായി തെന്നിന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തുന്ന മലയാളികൾ മദ്യപിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും മാന്യമായി പെരുമാറാൻ ഇവർക്ക് അറിയില്ലെന്നുമാണ് ജയമോഹന്റെ വാദം. സിനിമയിൽ തമിഴ്നാട് പോലീസ് അവരോട് പെരുമാറുന്ന രീതിയും യഥാർത്ഥമാണെന്നും അടിയല്ലാതെ അവർക്കൊന്നും മനസ്സിലാകില്ലെന്നും ജയമോഹൻ കുറ്റപ്പെടുത്തി. കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളത്ത് മലയാളത്തിലെ മുൻനിര താരങ്ങൾ പോലും മയക്കുമരുന്ന് കേസിൽ കുടുങ്ങുന്നത് പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ടെന്നും ജയമോഹൻ കുറിച്ചു. ഇവരാണ് മലയാള സമൂഹത്തെ ലഹരിക്ക് അടിമകളാക്കുന്നത്. 10 വർഷം മുൻപ് കിളിപോയി, ഒഴിവുനേരത്തെ കളി, വെടിക്കെട്ട്, ജല്ലിക്കെട്ട് തുടങ്ങിയ ചെറു സിനിമകൾ കേരളത്തിലിറങ്ങി ലഹരിയും മയക്കുമരുന്നും വേശ്യാവൃത്തിയും സാമാന്യവൽക്കരിച്ചിരുന്നുവെന്ന് ജയമോഹൻ പറയുന്നു. കേരളത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുണ്ടെങ്കിൽ ഈ സിനിമാക്കാർക്കെതിരെ നേരിട്ട് നടപടിയെടുക്കണമെന്നാണ് ജയമോഹന്റെ അഭിപ്രായം. തമിഴ്നാട്ടിൽ മയക്കുമരുന്നിനടിമപ്പെട്ട സിനിമകൾ ആഘോഷിക്കുന്നവരെ താൻ തെമ്മാടികളോ നീചന്മാരോ ആയി കണക്കാക്കുമെന്നും അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ തുടരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് ഈ വൃത്തികേടുകളെ സാധാരണക്കാരന്റെ ആഘോഷമായി ചിത്രീകരിച്ച് ന്യായീകരിക്കുക മാത്രമല്ല, അവരെ ഉയർത്തുകയും ചെയ്യുന്നു. ചിത്രത്തിനൊടുവിൽ അവരിൽ ഒരാൾക്ക് ദേശീയ അവാർഡ് ലഭിച്ചുവെന്ന വാർത്തയാണ് കാണിക്കുന്നത്. നിയമപ്രകാരം അവരെ ജയിലിലടയ്ക്കണമെന്നാണ് ജയമോഹൻ അഭിപ്രായപ്പെട്ടത്. സ്വന്തം ബ്ലോഗ് പോസ്റ്റിലൂടെ ജയമോഹന്റെ വിമർശനം മലയാളികൾക്ക് ശരിക്കു കൊണ്ടു. നിരവധി പേരാണ് ജയമോഹനെ വിമർശിച്ച് രംഗത്ത് വന്നത്. ജയമോഹന്റെ ഒരു പുസ്തകം പോലും വായിക്കാൻ ഇടവരാഞ്ഞതിൽ സന്തോഷമെന്ന് പറയുകയാണ് നെൽസൺ ജോസഫ്. 100 സിംഹാസനം എഴുതിയ ആൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് കണ്ട് ഞെട്ടിയെന്നാണ് ശരത് എസ് പറഞ്ഞത്. ജയമോഹൻ കാണിക്കുന്ന വഴി മാത്രമാണ് ശരിയെന്ന ബോധത്തെ സാമൂഹിക ബോധം എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കേണ്ടെന്നാണ് സാൻ എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന പോസ്റ്റ്. മലയാളികൾ മാത്രമല്ല, തമിഴ് മണ്ണിൽ നിന്നുമുണ്ട് വിമർശനം. ജയമോഹന്റെ തലച്ചോറ് മുഴുവൻ ദുഷിച്ച അവസ്ഥയിലാണെന്നാണ് തമിഴ് സംവിധായകൻ ലെനിൻ ഭാരതി എക്സിൽ കുറിച്ചത്. ജയമോഹൻ തുപ്പിയ വാക്കുകൾ വർഗീയതയും വിദ്വേഷവും നിറഞ്ഞതാണെന്നും ലെനിൻ ഭാരതി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ജയമോഹനെ അനുകൂലിക്കുന്ന മലയാളികളുമുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി അച്ചടക്കം ശീലിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് ജയകൃഷ്ണൻ മട്ടന്നൂർ. ജയമോഹന്റെ രോഷം അതിന്റെ പോസിറ്റീവ് സെൻസിലെടുത്താൽ നമുക്കും അയാൾ പറഞ്ഞത് അംഗീകരിക്കേണ്ടി വരുമെന്ന് പ്രവീൺ രവിയും കുറിച്ചു.